Hello everyone, welcome to my channel. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലി ഒരു ജ്യൂസാണ്, ഈന്തപ്പഴം ആപ്പിൾ ജ്യൂസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്, സിമ്പിളായിട്ടുള്ള ജ്യൂസും കൂടിയാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ 3 ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ആപ്പിൾ മിൽക്ക് ഷേക്ക്, പിന്നെ പുതിന ജ്യൂസ്, പിന്നെ ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം, ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് ഒരു 6 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണിത്. പിന്നെ 2 ആപ്പിൾ വേണം, ഇതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ 1.5 കപ്പ് ഫ്രഷ് പാൽ എടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. പിന്നെ ഐസും വെള്ളം വേണം, അത് നല്ല കട്ടയാവുന്ന രീതിയിലുള്ള വെള്ളം എടുക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ തുടങ്ങാം. ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചതാണ്, എളുപ്പം അരയാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാൽ ഈത്തപ്പഴം അരഞ്ഞു വരില്ല. അപ്പം ആദ്യം കുറച്ച് പാലിലൊന്ന് അരച്ചെടുക്കണം. ഇനി നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ ഈത്തപ്പഴം. ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പം ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കരുത്, ഈത്തപ്പഴത്തിൽ മധുരമുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ജ്യൂസ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ജ്യൂസ് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അതിന് മുമ്പ് കുറച്ച് തേൻ എടുത്തിട്ട് സ്പൂണിൽ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ജ്യൂസ് ഒഴിക്കുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സിൽ ഇതുപോലെ തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ്സിലും ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ആപ്പിൾ ഈന്തപ്പഴം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിന് മുന്നേ ഞാൻ ഇട്ടിട്ടുള്ള ക്യാരറ്റ് ജ്യൂസും ആപ്പിൾ മിൽക്ക് ഷേക്കും പുതിനയിലെ ജ്യൂസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.